ഞങ്ങൾ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ് ഞാനും പരപ്പവും. ചെറിയ പ്രായത്തില് 18 വയസ്സാവുമ്പോ എന്താ പറയാ കുറെ സാഹചര്യങ്ങള് അങ്ങനെ ഒരു ദിവസം ഞാന് പരപ്പും അങ്ങ് ജീവിക്കാൻ തീരുമാനിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാ, നമ്മളെ കൊളോക്കിയൽ എന്താ പറയാ, നമ്മളെ ഗ്രാമപ്രദേശത്തുള്ള ഒരു സ്ഥിരം സാധന ചാടിപ്പോയി. ഇത് ഒരു കല്യാണ വീട്ടിൽ ചെന്നാലായാലും ഒരു സദസ്സിന് ചെന്നാ സ്ഥിരം. അപ്പൊ നമുക്കിപ്പോ ഒരു അവസരം കിട്ടി, നമുക്ക് തുറന്നു പറയാൻ ഒരു പ്ലാറ്റ്ഫോം കിട്ടി. അപ്പൊ നമ്മളിത് തുറന്നു പറയണ്ടേ. പക്ഷെ അന്ന് പറയുമ്പോ പോലും നമ്മൾ അറിയുന്നില്ല. ഇന്നിപ്പം റീൽസിലായാലും സ്ഥിരം എനിക്ക് ഇൻസ്റ്റയിലൊക്കെ ഓരോരുത്തർ അയച്ചു തരും, ഇത്രയും ആള് ചെയ്ത്. അപ്പോഴാണ് നമ്മൾ അറിയണത്. ഇപ്പൊ ശരിക്കും കാണുമ്പോ തന്നെ, ഇപ്പൊ കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് പോയപ്പോ ചാടിപ്പോയ ചേച്ചി, നമുക്കങ്ങനെ പറയണതിന് ഒരു സങ്കടവും ഇല്ല. എനിക്ക് നല്ല, ഞാൻ പറയും ചാടിപ്പോയതാ എന്ന് പറയുന്നതിന്. പക്ഷെ നമ്മള് ഇത് ചോദിക്കുന്ന രണ്ട് രീതികളുണ്ട്, അവിടെയാണ് ആ പ്രശ്നം വരുന്നത്. അതെ, അപ്പൊ ആ ചോദിച്ചവരൊക്കെ ഇപ്പൊ ശ്രദ്ധിച്ചോ, അത് ശരിക്കും നിങ്ങളോട് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതായിരുന്നു എന്നല്ലേ? സത്യം. പിന്നെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവര് തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നതിന് എന്തിനാണ് ഈ ചാടിപ്പോയെന്ന് പറഞ്ഞ് പോയെങ്കിൽ പോട്ടെന്ന് വെച്ചാൽ പോരെ, ഇവരെന്തിനാ ഇതൊക്കെ പറഞ്ഞോണ്ട് നടക്കാം? ഇതിന്റെ വേറെ രസം എന്ന് വെച്ചാല്, ഇത് ഞാൻ പണ്ട് വേറെ സ്ഥലത്ത് വർക്ക് ചെയ്തിരുന്നു മുമ്പ്. ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു സുഹൃത്ത്, അയാൾക്ക് അറിയാം അങ്ങനെയാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചാടിപ്പോയാലും ഇങ്ങനെ പറയാം, ആൾക്കൂട്ടത്തിൽ നിന്ന് പറയാം. അപ്പൊ ഇത് ഇറങ്ങണേനൊക്കെ കുറെ മുമ്പാ. അപ്പൊ ഞാൻ സുഹൃത്തിനോട്, ചേട്ടാ ഒരു കാര്യം പറയട്ടെ, സത്യം പറയട്ടെ, ഞങ്ങള് ചാടിപ്പോയതല്ല, ഞാനും അവളും കൂടി ഒരു സുഹൃത്തിന്റെ ഓട്ടോറിക്ഷ വിളിച്ചിട്ടാ പോയത്. അതിന്റെ പേരിൽ ഓട്ടോറിക്ഷക്കാരൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു അടുപ്പ് എന്നുള്ള, ഒന്നാമത്തെ കാര്യം ഒരു പേര് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു പേരാണ് അടുപ്പ് എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഈ ഭക്ഷണമൊക്കെ നമ്മളുടെ പ്രാഥമിക ആവശ്യം അടുപ്പിൽ നിന്ന് ഉണ്ടായി വരുന്നത് കൊണ്ടാണോ അങ്ങനെ ഒരു ഇത് വന്നത്? ഈ പേരിന് ഞാൻ ആദ്യം മുതലേ എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോൾ പേരില് കാര്യമായിട്ട് ശ്രദ്ധിക്കും. ഇപ്പൊ നാടകങ്ങൾ കുറെ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. നാടകങ്ങൾ ചെയ്ത സമയത്തൊക്കെ ഒരുപാട് നാടകങ്ങൾ ഞാൻ മറ്റു പല സുഹൃത്തുക്കളുടെ എന്ന് വെച്ച് കഴിഞ്ഞാല് അറിയപ്പെടുന്ന കുറേ ആളുകളുടെ നാടകങ്ങളൊക്കെ എടുത്ത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ നാടകം സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് പേരിന് കുറച്ചും കൂടി പറയുന്ന സമയത്തൊരു സുഖം കിട്ടണം, ആളുകൾക്ക് കേൾക്കുമ്പോൾ തന്നെ അതിൽ കാണാനൊരു ഫീൽ തോന്നണം, അങ്ങനെയുള്ള തരത്തിലാണ്. അപ്പോൾ ചെയ്ത നാടകങ്ങളുടെ പേരുകളൊക്കെ കട്ടൻ കാപ്പി, മുട്ട പപ്സ്, ചെളി, ഷൂ എന്ന് പറഞ്ഞിട്ടൊരു അതൊക്കെ സാറാ ജോസഫിൻ്റെ ഒക്കെ ഒരു കഥയായിരുന്നു, പരമരഹസ്യത്തിൻ്റെ ഓർമ്മയ്ക്ക്. മൂത്രാണ് ഷൂ എന്ന് പറഞ്ഞിട്ട്. അത് അങ്ങനെയൊക്കെ ഓരോ തരത്തിലുള്ള പേരുകളാണ് ഇട്ടതൊക്കെ നമ്മൾ കളിച്ചത്. പക്ഷേ ഞങ്ങൾ ഈ അവസാനം കളിച്ചത് മാത്രം ആ പേരിനപ്പുറം ഒന്നും പറയാനില്ല എന്നുള്ളതുകൊണ്ട് ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഇരുളിലെത്തിയ ഞങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ പേരുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇതായിട്ട് ഡ്രാമ ചെയ്യുന്നുണ്ടോ, നാടകം? ഇല്ല, ഇപ്പൊ കുറച്ച് നാടകം ഇപ്പൊ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ കുറച്ചായിട്ട് ജസ്റ്റ് ഒന്ന് നിന്നിട്ടുണ്ട്. നിന്നത് അതുകൊണ്ടൊന്നല്ല, മറ്റ് ഇപ്പൊ സീരിയസ് ആയിട്ട് സിനിമയെ കുറിച്ചിട്ട് ചിന്തിച്ചു തുടങ്ങി. അത് ഈ അടുപ്പാണ് കാരണം.